കാള ഇതിനകത്തോട്ട് തിന്നക്കോട്ട് കയറി അതിനെ ശരിയാക്കുമോ ജലദോഷം ചാടി വരുമല്ലോ വെള്ളം കിട്ടാതെ വളർന്നത് അടിക്കുമെന്ന് കയറി അടിക്കും ഇതല്ലേ ആമേ ഇതെന്തുവാ എന്താ ചാതാണോ പിന്നെ മനുഷ്യരുടെ ബിഹേവിയർ അതൊക്കെ അടിക്കും അതാ പറഞ്ഞത് എനിക്കറിയാമല്ലോ ഞങ്ങൾക്കൊക്കെ വെയിലത്ത് നിൽക്കാൻ പറ്റുമായിരുന്നോ വെയിലത്തോട്ട് നിൽക്കാൻ പറ്റുമായിരുന്നോ വെയിലത്തോട്ട് നിർത്തത്തില്ലായിരുന്നു അതാ വിളിക്കാൻ പറ്റിയത് അതെ വെയിലില്ലയോ വെയില് വെയിലത്തോട്ട് നിർത്തത്തില്ലല്ലോ അമ്മയുടെ അച്ഛൻ ഞങ്ങളെ അതറിയത്തില്ലയോ വെയിലത്തെങ്ങാൻ ഇറങ്ങി ഇങ്ങനെ ചോദിച്ചേക്ക് ദൈവമേ പിന്നെ മനസ്സിലായി ചക്കപ്പഴമൊന്നും തരത്തില്ല വയറൊന്നും പറഞ്ഞോണ്ട് ചക്കമുറിച്ചതേ ചക്കപ്പഴം തരത്തില്ല ഒന്നോ രണ്ടോ ചുളയെ തരത്തുള്ളൂ വയറൊന്നും പറയും അയ്യോ ഒരു ദിവസം അമ്മ കല്യാണിയും അതൊക്കെ റേഡിയോ ചെയ്യുമല്ലോ അതിനകത്ത് കരയുവാണ് അപ്പൊ ഞാൻ ഈ അമ്മയുടെ അപ്പുറത്ത് കിടക്കുക ഞാൻ അമ്മയുടെ കൂടെ ആയിരുന്നല്ലോ കിടക്കുന്നത് അവൾ ചെല്ലുമ്പോഴേ അപ്പൊ ഈ അച്ഛൻ വിചാരിച്ചിട്ട് ഞാനാ കരയുന്ന എന്തിനാ കുറച്ച് കരയുന്നത് അച്ഛൻ തുടങ്ങി അപ്പം അവസാനം റേഡിയോയെ വെച്ച് ഇരിക്കുക കുറെ ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാനും ആരോട് പറഞ്ഞു ഇത് റേഡിയോയ്ക്കകത്ത് റേഡിയോ തല്ലിക്കൊണ്ടിരിക്കണം റേഡിയോയ്ക്കകത്ത് കരയുന്നു അങ്ങനെ ഏതാണ്ടെല്ലാം പറയാൻ തുടങ്ങിയത് റേഡിയോ എന്നൊക്കെ പറഞ്ഞോട്ടെ നമ്മളത് നോക്കിയിരിക്കണം എന്തൊക്കെ ഞാനൊരു വഴക്ക് പോന്നോ തൊട്ടേം പിടിച്ചത് എല്ലാം വഴക്കുണ്ടാക്കുന്നത് വലിയമ്മേ എന്തുവാ ചിരിക്കുന്നേ അത് രാജേഷിനോടാ എന്തുവാ ചിരിക്കുന്നേ എന്നെ മാത്രമേ കൊച്ചുമക്കളി പഠിച്ചത് അച്ഛനെ പഠിച്ചത് എന്നെ മാത്രമേ കൊച്ചുമക്കളിൽ ആ ഭക്തിയുള്ളതാണെങ്കിൽ എനിക്ക് അതുപോലെ എനിക്ക് മനസ്സിലായിരുന്നു എന്നായിരിക്കും കറിയല്ലോ കറി കുറെ മീൻകറി മീൻ വറക്കും കുറെ പച്ചമോരും സാമ്പാർ ഇച്ചിരി വെളിയിട്ടുണ്ട് ഇപ്പൊ എന്ന് വെച്ചാൽ അമ്മയുടെ ക്ഷീണം മാറി ഇപ്പൊ കണ്ടാലും പോവല്ലോ പഴയതുപോലെ അതെന്തുവായിരുന്നു മോശ തിന്നാലാവുമോ ദേഹത്തോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ
ആ കേരളത്തിൽ പറയുന്നതാണ് ദൈവത്തിന്റെ സ്വന്തം നാമം. കേരളത്തിന്റെ പര്യായവാക്യം. പിന്നെ ആലപ്പുഴ കിഴക്കിന്റെ വെന്നീസ് ആലപ്പുഴ പറയുന്നത്. അത് കേട്ടിട്ടുണ്ടോ? അയ്യോ ഇതൊക്കെ പണ്ട് ഹിസ്റ്ററി പഠിക്കുന്ന എവിടെ വെച്ചാ പഠിച്ചത്? ഞാൻ പിന്നെ ഓർക്കുന്നത് എങ്ങനെ ചെറുപ്പം ഇത് അറിയാമെങ്കിൽ എന്നാലും ഓർക്കും. പിന്നെ അത് കൊള്ളാമല്ലോ. അതുപോലെ അപ്പൊ പഠിച്ചത് അതുകൊണ്ടാണ്. ഇരക്കിന്റെ വെന്നി ആലപ്പുഴ. ഭദ്ര ഭദ്രൻ പോയി. കഴിഞ്ഞ ദിവസം ഇതുവഴി പോയി വിളിച്ചു. ഇപ്പൊ എനിക്കറിയാൻ പോയി. ഞാൻ എങ്ങനെയാണെന്ന് അറിയില്ല. ദൈവം നല്ല ഈസിയാക്കി പൊളിക്കാനേ അറിയത്തില്ലായിരുന്നു. പണ്ടിപ്പോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പൊളിക്കുന്നൊന്നും പൊളിഞ്ഞു വരിക ഭഗവാൻ ഈസിയാക്കി തരുന്നത്. അതുപോലെ ആദ്യമായിട്ട് നമ്മൾ ഡൽഹി ചെന്നിട്ട് തന്നെ ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഞാൻ ഇതുപോലെ അമ്പലത്തിൽ പോയി. പോകുന്ന വഴിക്ക് ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളിനെ കൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി ഇങ്ങനെ വരിക. അപ്പം വരുമ്പം ഇതുപോലെ ഞാനൊരു 50 രൂപ കൊടുത്തു. എന്നോട് ചോദിച്ചവര് കാശ് കൊടുത്തു. അപ്പൊ ഞാനൊരു 50 രൂപ കൊടുത്തു. അപ്പൊ അവര് നിങ്ങളെടുത്ത ഞാൻ കേരളത്തിൽ നിങ്ങളല്ലാതെ വേറെ ആരും ഇത്രയും കാശ് തരുന്നുണ്ടോ? ആ ചോദിച്ചാൽ പോലും തരത്തില്ല ഈ പൈസ. സത്യം അമ്മേ അതുകൊണ്ട് ആരും കൊടുക്കുന്നില്ല. എന്തൊരു വിശ്വാസികളാണോ? അവരങ്ങനെ പറഞ്ഞു നല്ലത് വരും. അങ്ങനെയുള്ള അനുഗ്രഹം ഏറ്റവും നല്ലത്. വല്ലൊരു പേര് മനസ്സറിഞ്ഞ നമ്മളെ അനുഗ്രഹിക്കുന്നത്. 5 രൂപ കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുമ്പോൾ അവര് നമ്മളെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കും. ഉള്ളവർക്ക് കൊടുത്താൽ അത് കിട്ടത്തില്ല. ആ അനുഗ്രഹം കിട്ടത്തില്ല. അതുകൊണ്ട് ഇല്ലാത്ത വഴിക്കൂടെ നടക്കുന്നവർക്ക് കൊടുക്കണം. അനുഗ്രഹം വേണമെന്നുണ്ടെങ്കിൽ ഉള്ളവർക്ക് കുറ്റമാണ്. ഇല്ലേ അമ്മേ?